ஃபர்ஸ்ட் இவன் வந்து ரொம்ப அக்ரெசிவ். சின்ன வயசுல என்ன பண்ணுவான், கதவு திறந்துருச்சு அப்படின்னா வேகமா வந்துட்டு வெளியே ஸ்டே டாக்ஸ் எல்லாம் அட்டாக் பண்ணிடும். ரோட் கிராஸ் பண்ணி போயிட்டான், ரொம்ப டாக் ஃபாலோ பண்ணிட்டு அப்புறம் அவனுக்கு எப்படி வரணும்னு கூட தெரியாது. 2 times ஸ்டே டாக்ஸ் அட்டாக் பண்ணிட்டோம். அதனால இவனை வெளில கூட்டிட்டு போறத கம்ப்ளீட்டா ஸ்டாப் பண்ணிட்டோம். இந்த கேட்டு கிட்ட விடும்போதுமே கூட ஏதாச்சும் ரெட் கலர்ல வண்டி வந்துச்சுமே இவன் ரொம்ப அக்ரெசிவ் ஆயிடுவான். இந்த பக்கம் எப்படி பண்ணி ஜம்ப் பண்ணுவான், கதவு எட்டி வரைப்பான், வெளில ஓடிடணும், அவங்கள அட்டாக் பண்ணணும். அதே மைண்ட் செட் எப்பவுமே இருப்பான். நம்ம வீட்டு பக்கம் கூட யாரும் வரவே விட மாட்டான். இப்போ 2 times வெளியே கூப்பிட்டு போயிட்டு உங்கள் ட்ரைனிங் வந்ததுக்கப்புறம் 2 times சைலண்ட்டாக வந்தால் கொஞ்சம் கண்ட்ரோல் ஆகிட்டான். இப்போ இன்னமும் நல்லா கண்ட்ரோல் ஆகிட்டே வரேன். எங்கள் கண்ட்ரோல் எங்கள் கூடவே இருக்கான். இவ்வளோ நேரம் எங்கள் கூட இருக்கான்றதே ரொம்ப ஹாப்பியாக இருக்குது. இப்படி இருக்கவே மாட்டான். இப்போது கொஞ்சம் ரொம்பவே நல்லாவே கண்ட்ரோல் ஆகிட்டான். நீங்கள் നല്ലവേ കൺട്രോൾ பண்ணிட்டேன். ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവൻ വേറെയുള്ള സ്കൂൾ കുട്ടികളെ വേറെയുള്ള ആൾക്കാരൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇവിടെ ഹാഷായിട്ട് ഇത് വെക്കും. ഇതന്നെ ഇത്ര ഹൈറ്റുള്ള ഈ ഒരു മതിൽ തന്നെ ഇവൻ ജമ്പ് ചെയ്യാൻ നോക്കും, ഗേറ്റൊക്കെ. അങ്ങനെയാണ് ഇവൻ്റെ ബിഹേവിയറിങ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒബീഡിയൻ്റ് ആയിട്ടൊന്നും ഇരിക്കില്ല അവൻ. നമ്മൾ വാക്കിങ്ങിന് കൊണ്ടുപോയ കാരണം കൊണ്ട് ജസ്റ്റ് ഒന്ന് ലീഷ് ഇട്ട് വെച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും ലീഷ് വിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രകൃതമല്ല. മാസ്ക് ഇടാൻ സമ്മതിക്കില്ല. വാക്സിൻ പോടാ മുടിയാതെ We can't vaccine him. He usually becomes very aggressive. When doctor comes, he attacks us, even the doctors. வெயில்ஸ்லாம் ஆட்டுறது அதில் எதுவுமே பண்ணவே மாட்டான், சாப்பிட மாட்டான், ரொம்ப சோகமாகவே இருப்பான். சரி, அதுக்கே ரொம்ப டைம் எடுத்துக்கும். லாஸ்ட் டைம் எனக்காக வேக்சின் போடுறதுக்கு இப்போ இவன் நம்ம டாபர்மேன் மேலுக்கும் இவனுக்கும் சண்டை வந்து இவன் ரொம்ப கடிச்சிட்டான். ரொம்ப ப்ளீட் ஆயிடுச்சு. 2 பேருக்கும் ரொம்ப அடிபட்டதுனால 2 பேருமே வேக்சின் போடுற மாதிரி ஆயிடுச்சு. அப்போ அவன் சுத்தம் அப்போ இன்னும் ஆல்ரெடி அப்போ கோவத்தில் இருந்தான். அப்போ அந்த இன்ஜெக்ஷன் போட வந்ததுக்கு இன்னும் அவனுக்கு அதிக கோவம் வந்துச்சு டாக்டரை பார்த்ததுக்கப்புறம். அதுக்கப்புறமா இப்போ வேக்சின் போடணும் அப்படின்னா கூட ரொம்ப கஷ்டப்பட்டு தான் போட்டோம். இப்போ இன்னொரு வேக்சின் போடணும், நாளைக்கு இல்லை நாளைக்கு அப்படி போடணும். அப்போ எப்படி ரியாக்ட் பண்ண போகணும்னு தெரியல. ഇവർ നമ്മൾ മെയിനായിട്ട് വിളിച്ചത് ഇവർക്ക് വാക്സിൻ പോടുന്ന സമയത്ത് ഇവർ തന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നോർമലായിട്ട് ഉള്ളിലുള്ള സിറ്റ് ഡൗൺ സ്റ്റേ അങ്ങനെയൊക്കെയുള്ള കമാൻഡുകളൊക്കെ They called us mainly to train me to get vaccinated without being aggressive. ഓഫ് ലീഷ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വെറും ഓഫ് ലീഷ് മാത്രമാണോന്ന്? ഇല്ലില്ല. ഓഫ് ലീഷ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റുള്ള ഒരു പ്രോഗ്രാമാണ്. അതിനായിട്ട് മുമ്പ് തന്നെ നമ്മളെ കൺട്രോളിലാക്കണം. അതായത് ഒബീഡിയൻസ്, സിറ്റ് ഡൗൺ, സ്റ്റേ, സോഷ്യലൈസേഷൻ, പിന്നെ അങ്ങനെ പുറത്തോട്ട് പോവില്ല എന്നുള്ളൊരു ഇത്. ഇപ്പോൾ ഇവർ തന്നെ നോർമലായിട്ട് പോലും ഇവനെ പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതുവരെ ഇവനെ കൊണ്ടുപോയിട്ടുമില്ല. ഇതിനേറ്റും ഇപ്പോൾ നമ്മളാണ് 2 വട്ടം വന്നതിന് ശേഷം ഇവനെ ട്രൈ ചെയ്തിട്ടുള്ളത്. ഈ വട്ടം നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇവർക്ക് ഇവനെ ഓഫ് ലീഷിൽ പോലും കൊണ്ടുപോകണമെന്നില്ല. ലീഷിൽ തന്നെ മര്യാദയ്ക്ക് കൊണ്ടുപോയാൽ മതി എന്നാണ് ആഗ്രഹം. സ്ട്രേ ഡോഗ്സിനെയും അറ്റാക്ക് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട് ഇവന്. ഇവിടെയുള്ള ആൾക്കാരെ ഇതാക്കിയിട്ടുള്ളതുണ്ട്. ഇവിടുത്തെ ഡോഗിനെ അറ്റാക്ക് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഡോഗ്സ് എന്ന് പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. അതായത് ഇതിനേറ്റ് മുമ്പ് ഞാൻ ഇങ്ങനെയുള്ള ബിഹേവിയറിങ് ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഞാനത് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിരിക്കും. അത് നമുക്ക് ഭയങ്കര ടഫാണ് ഇങ്ങനെയുള്ള വർക്കുകൾ എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള അനുഭവം ഉണ്ടെങ്കിൽ ഡോഗുകൾ, ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറില്ലേ, വണ്ടി തട്ടാൻ പോയിട്ടുള്ളൊരു ഇതുണ്ടെങ്കിൽ, പർട്ടിക്കുലർ വണ്ടികൾ അവരെ തട്ടിയിട്ടുണ്ടെങ്കിൽ ആ സൗണ്ടുകൾ കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വണ്ടിയുടെ ഹോണുകൾ എക്സ്പെഷ്യലി ഇവർ അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ വരുന്നതൊക്കെ ഇൻഡിക്കേഷൻ ചെയ്യുന്നത് പല ഡോഗുകളുള്ള ആൾക്കാർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഇവർക്ക് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺഫിഡൻസ് കുറയ്ക്കാനും കൂട്ടാനും സാധ്യതകൾ വളരെ കുറവാണ്. അങ്ങനെയുള്ള കോൺഫിഡൻസ് കൂടുതലുണ്ട് ഇവന്. കടിച്ചിട്ടുള്ള പരിചയമുള്ള കാരണം കൊണ്ട് അതൊക്കെ ഇവൻ്റെ കോൺഫിഡൻസിൻ്റെ ഭാഗത്താണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര ദിവസം കൊണ്ട് ഇവനെ നമ്മൾ ഒബീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇവരുടെ വീട്ടിൽ തന്നെ ബാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പലർക്കുള്ള ബുദ്ധിമുട്ടാണ് ഡോഗ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ബാർക്കിങ്. ഫ്ലാറ്റുകളിലും വില്ലകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ്. പിന്നീട് കൂട്ടിലോട്ട് കയറാണ്ടിരിക്കുന്നത്, വീട്ടിൽ തന്നെയുള്ള ഡോഗുകളായിട്ടുള്ള അഗ്രഷൻ, വാക്സിൻ ചെയ്യാൻ പറ്റാത്ത കാര്യം, അതെല്ലാം ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഇവന് വന്നാൽ മാത്രം, ഒരു വിശ്വാസം വന്നാൽ മാത്രം ആണ് ഇവന് ഈ ഒരു കാര്യം നടക്കുള്ളൂ. ഇവിടെയുള്ള ഡോഗ്സുകളുടെ ഇടയിൽ 4 ഡോഗ്സ് ഉണ്ട്.
അവരുടെ ഇടയിൽ തന്നെയുള്ള ഒരു ആൽഫ ആവാനല്ല ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ആയി കഴിഞ്ഞു. ഇവിടെയുള്ള മെമ്പേഴ്സിൻ്റെ ഇടയിൽ പോലും ഇവൻ ഒരു ആൽഫ ക്യാരക്ടർ ആയി മാറുകയാണ്. അപ്പോൾ കൺട്രോളബിൾ അല്ലാണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ആൽഫ ക്യാരക്ടർ പിടിച്ചെടുക്കുന്നത് ഏതൊരു എനിമലിൻ്റെയും ഒരു സഹജമായിട്ടുള്ള സ്വഭാവമാണ്, ഒരു ആറ്റിറ്റ്യൂഡുള്ള എനിമൽസിൻ്റെ. അപ്പോൾ നമുക്ക് ഇവൻ്റെ വാക്കിങ്ങിലോട്ട് പോവാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ശ്വേത ചൊല്ലിയിട്ട് പോയിട്ട് എടുക്കും. ഓക്കെ, ലൂസിലാണ് വെച്ചിട്ടുള്ളത്. ഗെറ്റ് റെഡി, സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങനെ അക്കില്ലസിനെ എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇങ്ങനെ വാക്കിങ്? ആദ്യം തന്നെ നമ്മളൊന്ന് ലീഷ് ഇട്ടുണ്ട്. കുറച്ചേരം കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ലീഷിലാകും. ഇവരുടെ അടുത്ത് തന്നെ 3 ഡോഗ്സ് ഉണ്ട്. 2 ഡോബർമാൻ, 1 മെലിനോയ്സ് ഫീമെയിൽ. അവസാനത്തിലേക്കാണ് നമ്മൾ ഇവരുടെ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇവർ ലേഡീസ് ആയതുകൊണ്ട് തന്നെ ഡോഗിൻ്റെ കമാൻഡുകൾ, ഇവർക്ക് എങ്ങനെ ബോഡി ലാംഗ്വേജ് വയ്ക്കണം, എങ്ങനെ ലൗഡായിട്ട് കമാൻഡ് പറയണം, എപ്പോൾ സൈലൻ്റായിട്ട് കമാൻഡ് പറയണം, മെയിൻലി ബോഡി ലാംഗ്വേജ് എങ്ങനെ വയ്ക്കണം. പിന്നെ പ്രൊഫഷണലായിട്ടുള്ള വാക്കിങ് പോലെ വാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലൊക്കെ ക്ലോസിൽ വാക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് വീഴാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. മാക്സിമം നമ്മൾ ലീഷില്ലാതെ വാക്കിങ്, ഓഫ് ലീഷ് ട്രെയിനിങ് ഒക്കെ പ്രൊഫഷണൽമാർ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ഷൂ ഇടണം. ചെരുപ്പിടുന്നത് അത്രയ്ക്ക് നല്ലതല്ല, നമ്മൾ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. പലപ്പോഴും ഞാൻ തന്നെ വീണുണ്ട്. അത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഡോഗുകളൊക്കെ വന്നിട്ട് പ്രൊവോക്ക് ചെയ്യണമൊക്കെ ഉണ്ട്. പഴയ ഇവൻ്റെ ബിഹേവിയറിങ് വെച്ചിട്ടാണെങ്കിൽ ഇവരൊക്കെ ഇപ്പോൾ ഓടിപ്പിക്കും. ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പലപ്പോഴും പറയും, ഡോഗുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അടിയിൽ നിന്ന് നമ്മളൊരു കല്ലെടുക്കണ പോലെ കാണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ തന്നെ അവർക്ക് അത്യാവശ്യം ഒരു 99% സ്ട്രീറ്റ് ഡോഗ്സുകളും ഓടിപ്പോയിരിക്കും. കാരണം അവർക്ക് അങ്ങനെ ഏറി കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ പേടിക്കാണ്ടിരിക്കുക. പല അഗ്രസീവായിട്ടുള്ള ഡോഗുകളെ കൊണ്ടുപോകുന്ന സമയത്തും നമ്മൾ കൈ ഓങ്ങണ സമയത്തേക്ക് പോലും ഡോഗ് അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യാൻ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സ്ട്രേ ഡോഗാണോ ഹ്യൂമൻസാണോ ആരെയാണെങ്കിലും പല ഡോഗുകൾ അഗ്രഷൻ എങ്ങനെയാണ്, എനിമൽ അഗ്രഷനാണോ ഹ്യൂമൻ അഗ്രഷനാണോ അതിനനുസരിച്ച് ഓണറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരിക. അപ്പോൾ മാക്സിമം ഹൈഡാക്കിയിട്ട് നമ്മൾ വീക്കാണ പോലെ കാണിക്കുക വേണ്ടോ? അടിയിൽ നിന്നൊരു കല്ലെടുക്കണ പോലെ കാണിക്കണ്ടോ, ത്രോ ചെയ്യണ പോലെ കാണിക്കുക വേണ്ടോ? അപ്പോഴേക്കും ആ സ്ട്രേ ഡോഗുകൾ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോഴും നമ്മുടെ ഡോഗിനെ കൺട്രോൾ ചെയ്യാനുള്ള കമാൻഡും കൂടി പറഞ്ഞിട്ട് വേണം നമ്മളിത് കാണിക്കാൻ. അല്ലെങ്കിൽ കല്ലെത്തുന്നതിന് മുമ്പ് അവിടെ നമ്മുടെ ഡോഗ് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം നമുക്ക് ഇവർക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പറയാൻ പറ്റും, പല എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇവരിപ്പോൾ 3 ഡോഗുമേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുതന്നെ നല്ലൊരു കോൺഫിഡൻസ് വളർത്താൻ പറ്റിയൊരു ഇതാണ്. എന്നിരുന്നാലും പലപ്പോഴും പലവട്ടം വീട്ടിൽ നിന്ന് ഓടിപ്പോയിട്ട് പല ബിഹേവിയറിങ് ഇഷ്യൂസുകൾ അഗ്രഷനായിട്ട് കാട്ടിയിട്ടുള്ള കാരണം കൊണ്ട് ഇവനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഭയം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് മെൻസല്ല, ഇവർ ലേഡീസ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ പല ഡോഗുകളെ കാണുമ്പോഴും ഇവൻ കയ്യിൽ നിന്ന് പൂണില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഇവനെ ഓഫ് ലീഷിലാക്കാം. ഉറപ്പ് എനിക്കല്ല വരണ്ടേ, അവർക്കാണ് വരണ്ടേ. അവർക്ക് വെറുതെ അങ്ങനെ ഒരു ഉറപ്പ് വരുന്നതല്ല, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഉറപ്പ് വരണം, ആ പേടി മാറണം. അപ്പോഴാണ് ബോഡി ലാംഗ്വേജുമേ അത് പ്രതിപാദിക്കുള്ളൂ. പിന്നെ ഈ മെലിനോയ്സ് അങ്ങനെയൊക്കെയുള്ള സെൻസിറ്റീവ് ഡോഗുകളുമേ നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് എങ്ങനെ മാറണോ അതിനനുസരിച്ച് നമ്മുടെ ഫെറമോൺ ക്യാച്ച് ചെയ്തിട്ട് ഡോഗിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു ഉദാഹരണം ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്ത് തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുകയാണ്, പെട്ടെന്ന് തന്നെ നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ആക്സിഡൻ്റായി, നമ്മുടെ റിലേറ്റീവ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇരിപ്പിൽ തന്നെ ഇരുന്നിട്ട് വേർക്കും. അതിന് പ്രത്യേകിച്ച് ശാരീരികപരമായിട്ട് നമ്മൾ യാതൊരുവിധ കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. മാനസികമായിട്ടുള്ള കാര്യം കൊണ്ട് തന്നെ നമ്മൾക്ക് വിയർപ്പും നമ്മുടെ ബോഡിയിലുള്ള വ്യത്യാസങ്ങളും ഷിവറിങ് അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പല ആൾക്കാരുടെ രീതിക്കനുസരിച്ച് അവർക്ക് വരാം. അപ്പോൾ അത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചേഞ്ച് ആകുമ്പോൾ
നമ്മുടെ ഫെറമോണും ചേഞ്ച് ആവും. അത് മെലിനോയ്സ് പോലെയുള്ള ബ്രീഡുകൾക്ക് പെട്ടെന്ന് തന്നെ അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ മെൻ്റലി ഫിസിക്കലി നമുക്ക് നല്ല കോൺഫിഡൻസ് വേണം ഇവരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്ന് പറയാനുള്ള കാരണം. ഔട്ട്സൈഡിലൊക്കെ പെട്ടെന്ന് തന്നെ അതുണ്ടാവുമോ, ഇതുണ്ടാവുമോ, ഡോഗ് ഓടിപ്പോവുമോ, ഡോഗ് ആരെ കടിക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഭയം നമ്മുടെ ബോഡി ലാംഗ്വേജിൽ പ്രതിപാദിക്കുന്നുണ്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഡോഗിനെ കണ്ടിട്ട് സ്ലോവിൽ ആ കുട്ടി നടന്നപ്പോൾ ഞാൻ മുന്നോട്ട് ലീഡ് ചെയ്ത് നടക്കാനാണ് പറഞ്ഞത്. അതായത് ആ ഡോഗിനെ ആ ലെഫ്റ്റ് സൈഡിൽ ക്ലോസിൽ കണ്ട കാരണം കൊണ്ടാണ് ആ ഒരു ഭയത്തിൽ നടന്നു പോയത്. അപ്പോൾ വേണ്ട, നമ്മളൊരു ക്യൂരിയോസിറ്റിയിൽ അവിടെ നിന്ന ഡോഗ് വിചാരിക്കും എന്തോ സംതിങ് റോങ്, ഞാൻ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെയുള്ള ധാരണകൾ അവർക്ക് വരും. അപ്പോൾ വളരെ കാഷ്വലായിട്ട് നടന്നു പോവുക, വളരെ കാഷ്വലായിട്ട് നമ്മുടെ ബോഡി ലാംഗ്വേജ് വയ്ക്കുക. അതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ഇവരെ ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ലെഗാണ് അവരുടെ ഇൻഡിക്കേഷൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ലെഗിലോട്ട് പെട്ടെന്ന് തന്നെ അവർ ചേർന്ന് വരുന്ന സമയത്ത് ചെരുപ്പ് ഇട്ടിട്ട് നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീഴാനുള്ള ചാൻസസ് കൂടുതലാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. ഷൂ ഇടാനാണ് മാക്സിമം ശ്രദ്ധിക്കേണ്ടത്. പ്രൊഫഷണലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആൾക്കാരുടെ അടുത്ത് ഡോഗിനെ ട്രെയിനിങ് പഠിപ്പിച്ചതാണ്. ഇത്ര ക്ലോസിൽ നടക്കുന്ന ഡോഗുകളൊക്കെ ആണെങ്കിൽ, ലെഫ്റ്റ് ആൻഡ് റൈറ്റിലൊക്കെ ക്ലോസിൽ നടക്കുന്ന ഡോഗുകളാണെങ്കിൽ മാക്സിമം നല്ല എക്സ്പീരിയൻസ്ഡ് ആൾക്കാരൊക്കെ ആണെങ്കിൽ ഞാനൊന്നും പറയണില്ല. എക്സ്പീരിയൻസ്ഡ് ആളായിട്ട് പോലും ഞാൻ പോലും പലപ്പോഴും വീണുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് പോലും ഞാനിതിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം അത് ഉപയോഗിക്കുക. നമ്മുടെ ലെഗിനോടും കൂടിയിട്ട് അവർ പെട്ടെന്ന് തന്നെ ഒരു ഡിസ്ട്രാക്ഷനിലൊക്കെ വന്നിട്ട് ലോഡ് ചെയ്തിട്ട് സിറ്റാവും. ചിലപ്പോൾ അവർ നമ്മുടെ ഐ കോണ്ടാക്റ്റ് എടുത്തിട്ട് വന്നിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ ഷെയ്ക്ക് ആവാൻ പാടില്ല. പല റഷുള്ള ഏരിയകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ തന്നെ അവനെ ഇതേ ഏരിയ കൂടെ ഒരു 3-4 ദിവസം നടത്തി പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവരാരും വന്നിട്ട് എന്നെ കടിക്കില്ല. അഡ്വാൻസായിട്ട് ഇവൻ പോയിട്ട് അവരെ പോയിട്ട് അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഇവന് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും. പിന്നെ ഈ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ ഈ സ്ട്രേ ഡോഗുകളൊക്കെ ഒരേ ഏരിയ കൂടി തന്നെ നമ്മൾ വാക്കി ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിലുള്ള സ്ട്രേ ഡോഗ്സുകളെല്ലാം മനസ്സിലാക്കും ഇവൻ ഒരു സാധുവാണ്, ഇവ ഇതിൽ കൂടെ നടന്നു പോകുന്ന ആളാണ്. ഇതിങ്ങനെ ഓഫ് ലീഷിൽ നടത്തുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. എന്നും മറ്റേ വടംവലി മത്സരം പോലെ ഡോഗിനെയും കൊണ്ടിട്ട് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്ത് അവരെ പ്രൊവോക്ക് ചെയ്യണം, അവരിങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യണം. അങ്ങനെ ഒരു വടംവലി ഉത്സവം പോലെ പോയിട്ടുണ്ടെങ്കിൽ അതെന്നും അവർക്കൊരു ഗെയിം, നമ്മുടെ ഡോഗിനൊരു ഗെയിം, അങ്ങനെയാണ് വിചാരിക്കുക. അപ്പോൾ ഓഫ് ലീഷിലിങ്ങനെ നല്ല രീതിയിൽ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് സ്ട്രീറ്റ് ഡോഗ്സിനുണ്ട്. അവർക്കറിയാം ഈ ഏരിയ കൂടെ ഇന്ന സമയത്ത് ഇത് വരുന്നത് പോണതാണ്, ഇവൻ വലിയ അലവീകാരനൊന്നുമല്ല എന്ന് അവർ മനസ്സിലാക്കും ഓട്ടോമാറ്റിക്കായിട്ട്. പല ആൾക്കാരും ഞാൻ കേട്ടിട്ടുള്ളത് 1-2 ദിവസം പൂണ ആ ഒരു വലിയും പിടിയും ആ കാരണം കൊണ്ട് പിന്നീട് അത് കൊണ്ടുപോകാനുള്ള ഇൻട്രസ്റ്റ് അവരെ നശിച്ചു പോവുകയാണെന്നാണ് പറയുന്നത്. ഡോഗിനെ കൊണ്ട് വാക്കിങ്ങിനൊക്കെ പോകാനുള്ളത് അതാണ് മിക്ക ആൾക്കാരും പ്രശ്നം. എല്ലാവർക്കും വാക്കിങ്ങിന് ഡോഗിനെ കൊണ്ടുപോകാൻ വളരെ താല്പര്യം, വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. പക്ഷേ സംതിങ് പ്രോബ്ലം എവിടെയാണ് വരുന്നതെന്ന് വിചാരിച്ചാൽ ഡോഗ് ഒരു 7-8 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഇവൻ്റെ ലീഷ് പുള്ളിങ്ങും ഇവൻ്റെ ഉള്ളിലുള്ള ഏത് ബ്രീഡാണ് അതിൻ്റെ തനതായിട്ടുള്ള സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള ബിഹേവിയറിങ് പല രീതിയിലും കാണിക്കാൻ തുടങ്ങും. അപ്പോൾ അതിന് നമുക്ക് ഒരു നല്ല ട്രെയിനറുടെ ഗൈഡൻസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ യൂട്യൂബിലും പല രീതിയിലൊക്കെ നോക്കി പഠിക്കാൻ പറ്റും അതിനെ കൺട്രോൾ ചെയ്യാൻ. പക്ഷേ സോഷ്യലൈസേഷൻ മസ്റ്റാണ്. ഒന്നും കൂടി ചെറുപ്പം തൊട്ട് നമ്മൾ ഓഫ് ലീഷിലാക്കിയ, അല്ലെങ്കിൽ ചെറുപ്പം തൊട്ടിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു പ്രോബ്ലംസുകളൊക്കെ നമുക്കൊരു 90% വരെ നമുക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ കോമ്പൗണ്ടിൽ അത് വിചാരിച്ചിട്ട് അഗ്രഷൻ ഇല്ലാത്ത ഡോഗ് ഈ മാറോ അല്ല സോഷ്യലൈസേഷനൊക്കെ ചെയ്താൽ അങ്ങനെയൊക്കെയുള്ള ധാരണകളൊന്നും ഒരിക്കലും വേണ്ട. അതിനൊക്കെ മാറ്റി തരാൻ പറ്റിയിട്ടുള്ളൊരു പ്രൊഫൈലാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോസുകളാണെങ്കിലും പല കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം ഞാൻ പറഞ്ഞത് വെച്ചിട്ട് പല ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട് ചെറുപ്പം തൊട്ടിട്ട് തന്നെ സോഷ്യലൈസേഷനൊക്കെ ചെയ്താൽ മാത്രമാണോ ഡോഗുകൾ ഇങ്ങനെ ആവുള്ളൂ, ഇനിയിപ്പോൾ 2 ഇയർ 3 ഇയർ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഡോഗുകളാവില്ലേ എന്നുള്ളൊക്കെ ഒരു ധാരണ ഉണ്ടാവും. അതും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള എക്സ്പ്ലനേഷനായിട്ടുള്ള വീഡിയോസുകളും നമ്മുടെ കയ്യിൽ കിടക്കുന്നുണ്ടാവും. എനി ഏജ് എനി ബ്രീഡ് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഡോഗിന് വേണ്ട ഹെൽത്ത് മാത്രമാണ് വേണ്ടോ, വേറെയുള്ള കാര്യങ്ങളൊന്നും നമുക്കൊരു വിഷയമുള്ള കാര്യങ്ങളല്ല. എനി ബ്രീഡ് എനി ഏജ് നമുക്ക് ട്രെയിൻ ചെയ്യാവുന്നുള്ളൂ.
അതൊക്കെ അതിൻ്റെ ബിഹേവിയറിങ്ങിനെ മോഡിഫിക്കേഷൻ ചെയ്യണതും സോഷ്യലൈസേഷൻ ചെയ്യണതും പിന്നെ നല്ല ഫിയർ ആയിട്ടുള്ള ഡോഗുകളാണ്. പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് വണ്ടി ഭയങ്കര പേടിയാണ്, അത് പെട്ടെന്ന് തന്നെ ഡിസ്ട്രാക്ഷൻ ആവും, അതിൻ്റെ സൗണ്ട് കേട്ട ഹോണിൻ്റെ സൗണ്ട് കേട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ ഉപകാരപ്പെടും എന്നാണ് പറയുന്നത് ഈ സോഷ്യലൈസേഷനിലൂടെ. അത് ചെറുപ്പത്തിൽ മാത്രം പറ്റുന്നതല്ല, വലുതായാലും പറ്റും. പക്ഷേ ശാരീരികപരമായിട്ട് നമുക്ക് നല്ല എനർജി യൂസ് ചെയ്യേണ്ടി വരും, മാനസികപരമായിട്ട് നല്ല പേഷ്യൻസും വേണം. അതാണ് ഈ അഡൽട്ട് ഡോഗുകളിലേക്ക് വരുമ്പോൾ ഇതുകളുണ്ടാവുന്നത്, നമുക്കുള്ള ഇഷ്യൂസുകൾ ഉണ്ടാവുന്നത്. ഇഷ്യൂസുകളല്ല, നമുക്ക് തരണം ചെയ്യേണ്ട ഇഷ്യൂസുകളാണ് ഇതെല്ലാം. അതിലുള്ള പ്രോബ്ലംസുകളെ കുറിച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്.